ഞാൻ നേരത്തെ പറഞ്ഞതിലെ ആർട്ട് മേക്കപ്പ് ഇതിൽ ക്യാമറയുടെ പുറകിലിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു സിനിമയാക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇതിനകത്ത് എന്നെ ഷൂട്ട് ചെയ്യാന്ന് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. വൈ? ബിക്കോസ് ആ റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞു ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത് ദേ വോണ്ട് ഇവൻ ഡിസ്റ്റർബ് യു, ലൈക്ക് ദേ ഹാവ് സെറ്റപ്പ് എവറിത്തിങ്. അപ്പോൾ അവർ ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വലിയ ആർട്ടിസ്റ്റ് വന്നാലും ചെറിയ ആർട്ടിസ്റ്റ് വന്നാലും നമ്മൾ റിഹേഴ്സലൊക്കെ ചെയ്തിട്ട് റെഡി ആയിട്ട് ഇവിടെ നിൽക്കും. ഇതാണ് എൻ്റെയൊക്കെ ഒരു സിസ്റ്റം. ഇപ്പോൾ അമിത്ജീനെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ 7 മണിയിൽ നിന്ന് അദ്ദേഹത്തിന് സമയം കൊടുക്കുന്ന സമയത്ത് നമ്മൾ 5 മണിക്ക് ഇതേ 6 അടി 2 ഇഞ്ച് പൊക്കമുള്ള യൂണിറ്റിലൊരു പയ്യനെ വെച്ച് ലൈറ്റപ്പ് ചെയ്തതെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് നമ്മളവിടെ നിർത്തുക. അദ്ദേഹം വന്നിട്ട് അവിടെ നിന്നാൽ മതി. അദ്ദേഹം കറക്റ്റ് 6:55 അവിടെ എത്തും വിത്ത് മേക്കപ്പ്. അപ്പോൾ 7 മണിക്ക് കറക്റ്റ് ഷോട്ട് എടുക്കാൻ പറ്റും. ഇതെങ്ങനെ? അതിനാണ് ഈ ക്യാമറമാൻ എന്ന് പറയുന്ന പാർട്ടീസ് ഇവരിതൊക്കെ ചെയ്തു വയ്ക്കുന്നത്. ഞാനല്ല ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെയായിരുന്നു ഇവിടുത്തെയും ഈ ടീം എന്ന് പറയുന്നത്. പല സംഭവങ്ങളും നമ്മൾ അറിഞ്ഞിട്ടില്ല, നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല ഒരു ക്യാമറ അവിടെ ഉണ്ടെന്നുള്ളത്. അതില്ലാത്തപ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ പെർഫോമൻസ് കുറച്ചുകൂടെ കൂടും. നമുക്ക് ഈ ക്യാമറ ഇന്ന സ്ഥലത്തുണ്ടെന്നുള്ളത് ഒരു ഫീൽ കിട്ടിയാൽ ലിറ്റിൽ ബിറ്റ് ഓഫ് കോൺഷ്യസ്നെസ് അവിടെ വരുന്നുണ്ട്. അത് നോർമൽ. ഇപ്പം ഷീസ് ഡൂയിങ് ദ ഫസ്റ്റ് ടൈം ഫിലിം ഷൂട്ടിങ്, ബാക്കിയെല്ലാം ചെയ്തിട്ടുണ്ടായിരിക്കും. ബട്ട് ഷീ വിൽ ഫീൽ ജിട്രി. പക്ഷെ അത് ഇവർ ആരും കാണിച്ചു കൊടുത്തിട്ടില്ല. എനിക്ക് തോന്നിയില്ല ദേ മേക്ക് യു ടു അവരുടെ പ്രസൻസ് അവിടെ ഞാൻ ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല ഈ പടത്തിനകത്ത്.